എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നേ തന്നെ ചിയാ സീഡ്സ് ഇട്ട വെള്ളം ഞാൻ എന്നും കുടിക്കും. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി. എന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു. ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം മേലിട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മുട്ടയിൽ കുറച്ച് പെപ്പർ സോൾട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഗരം മസാല ഇതിന് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടാണ്ടത് ഇതുപോലെ തിരിച്ചിട്ട് നോക്കുക. അപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ നേരെ പ്ലേറ്റിലോട്ട് തട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ആയിട്ടാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ദീപാവലിക്ക് കിട്ടിയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഒന്ന് തുറന്നു നോക്കലായിരുന്നു കേട്ടോ. അടുത്ത പരിപാടിയല്ല 2 3 കുറെ പേര് നമുക്ക് ഓരോ ബോക്സ് കുറെ സ്വീറ്റ്സ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഗുലാബ് ജാമുനും അങ്ങനെ പേരറിയാത്ത പലതരം വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതൊന്നും കഴിക്കാനുള്ളൊരു മൂടേ എനിക്കുണ്ടായിരുന്നില്ല. സ്നേഹത്തോടെ കൊണ്ടുവന്നിട്ട് കഴിക്കാണ്ടിരിക്കുന്ന എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഓരോ കുഞ്ഞേ പീസും കഴിച്ചിട്ട് മത്ത് പിടിച്ചൊരു മുക്കിലിരിക്കുന്നു കേട്ടോ. മധുരം കഴിച്ചിട്ട് ഉള്ള നാവിലെ ടേസ്റ്റും പോയിട്ട് ഇന്ന് രാത്രി സ്പൈസി ആയിട്ട് എന്തെങ്കിലും പുറത്ത് പോയി കഴിക്കാന്നാണ് നമ്മളിന്ന് പ്ലാൻ. വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. എന്റെ മൈൻഡിൽ നല്ല വടാപ്പാവും ചൂടുള്ള മോമോസ് ഒക്കെ കഴിക്കാനാണ് കേട്ടോ ഞാൻ പ്ലാൻ. പക്ഷെ ഷോപ്പിലെത്തെ ലേറ്റ് ആയിട്ട് നമുക്ക് വടാപ്പാവ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവിടുത്തെ ടേസ്റ്റ് ഇല്ലാത്ത എന്തോ ഒരു സാധനം കഴിച്ചിട്ടാണ് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നേരെ പോയി നമ്മൾ എന്റെ ഫേവറേറ്റ് ചിക്കൻ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടാണ് എന്റെ നാവിന്റെ രുചിയൊക്കെ പഴയ പോലെ തിരിച്ചു വന്ന് നേരെ പോയി ഒരു മസാലപ്പൂരിയും കഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി.